ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അരുൺ ബാബുവിനെ പോലെ, അതുപോലെ ജാസ്മിൻ അബ്ബാസിനെ പോലെ, ഗ്രേസി സെബാസിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കൊപ്പം ചേരുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിശദമായി കമന്റ് ബോക്സിലേക്കൊക്കെ നമുക്ക് വരാം. നേരിട്ട് നമ്മൾ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ അവസാന ലാപ്പിലാണ്. പ്രചാരണം അവസാന ലാപ്പിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിനെതിരായ ആക്രമണം കടുപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേഠിയിൽ നിന്ന് ഒളിച്ചോടിയ രാഹുൽ ഗാന്ധിക്ക് വയനാട് വിട്ടോടേണ്ടി വരുമെന്ന് മഹാരാഷ്ട്രയിലെ റാലിയിൽ പ്രധാനമന്ത്രിയുടെ പരിഹാസം. ഒന്നാം ഘട്ടത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നേട്ടമുണ്ടാക്കാനാകും എന്ന് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. പേജ് പ്രമുഖ തലത്തിൽ പ്രചാരണം ശക്തമാക്കാൻ BJPയുടെ തീരുമാനം. ഒന്നാം ഘട്ട പോളിംഗ് വിലയിരുത്തിയ NDA ഇന്ത്യ സഖ്യങ്ങൾ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണ ശൈലിയിലും മാറ്റം വരുത്തുകയാണ്. മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ നടന്ന പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എതിരായ ആക്രമണം കടുപ്പിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കുമെന്നും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ രാജകുമാരന് വയനാട് വിടേണ്ടി വരുമെന്നും മോദിയുടെ പരിഹാസം. वायनाड में संकट दिख रहा है. शाहजादे और उनकी टोली 26 अप्रैल को वायनाड में वोटिंग का इंतजार कर रही है. जैसे ही 26 को वायनाड में वोटिंग पूरा हो जाएगा, ये शाहजादे के लिए एक और सुरक्षित सीट घोषित कर देंगे और कहीं और से फिर से लड़ाना पड़ेगा उनको. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം കണ്ട പേജ് പ്രമുഖ് തലത്തിലുള്ള പ്രചാരണം ശക്തമാക്കാൻ BJP നേതൃത്വം നിർദ്ദേശം നൽകി. രാമക്ഷേത്ര നിർമ്മാണം താഴെത്തട്ടിൽ ചർച്ചയാക്കാനാണ് BJPയുടെ നീക്കം. അതേസമയം ഒന്നാം ഘട്ടത്തിൽ രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായി എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. ജാതി സെൻസസ് അടക്കം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഉറച്ചുനിന്ന പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ന് ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ ഡാനിഷ് അലിയുടെ പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പങ്കെടുക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ തുടർ പ്രചരണത്തിന്റെ ആസൂത്രണം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തുമെന്നാണ് സൂചന. 24 ഡൽഹി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രം ശേഷിക്കെ അവസാനവട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് തരംതാണ രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ഇതിനിടെ BJPയുടെ തണലിൽ വർഗീയ സംഘടനകൾ അഴിഞ്ഞാടുകയാണെന്ന് ജാഗ്രത മാഗസിനിലെ ലേഖനത്തിൽ KCBC കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമായി. പിണറായി വിജയനും CPIഎമ്മും രാഹുൽ ഗാന്ധിയെ മുഖ്യശത്രുവായി പ്രഖ്യാപിക്കുന്നുവെന്നും 2019ലും ഇതേ രീതിയിൽ CPIഎം പെരുമാറിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അദ്ദേഹം ഭയത്തിലാണ്. ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം BJPയെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർന്ന്. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. പ്രതിപക്ഷ നേതാവ് സമനില തെറ്റി എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തിയെന്ന് പിണറായി വിജയന്റെ മറുപടി. പക്ഷേ അടുത്ത കാലത്തായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ തരംതാണ നിലയിലാണെന്നും തീർത്തും വസ്തുതാവിരുദ്ധമായവയാണെന്നും കേരളത്തിന് ബോധ്യമായി വരികയാണ്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെപ്പോലെ വിദേശത്തു നിന്നിറക്കിയ പാൽപ്പൊടി കുടിച്ച് വളർന്ന നേതാവല്ലെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജന്റെ പരിഹാസം. പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുഴുവൻ ജയിലിലായിരുന്നു. ഒട്ടനവധി തീവ്രമായ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നതാണ്. നല്ല സ്വർണ്ണക്കരണ്ടിയിൽ പാല് കുടിച്ച് വളർന്നതല്ല. വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്നതല്ല. കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും BJP 3ാം സ്ഥാനത്ത് പോകുമെന്ന് NCP നേതാവ് PC ചാക്കോ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ BJP പിന്തുണയോടെ ക്രൈസ്തവർക്കെതിരെ കള്ളക്കേസുകളും ആൾക്കൂട്ടാക്രമണങ്ങളും പതിവാണെന്ന് ജാഗ്രത മാഗസിനിലെ ലേഖനത്തിൽ KCBC കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം.
പൂരവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എവിടെയെന്ന് ചോദിക്കുന്ന പ്രേക്ഷകരെ കാണാൻ കഴിയുന്നുണ്ട് കമന്റ് ബോക്സിൽ. അതുപോലെ തന്നെ ദുബായിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവിടുത്തെ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉറപ്പായും ആ റിപ്പോർട്ടുകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോകും ഇനിയുള്ള മണിക്കൂറുകളിൽ. രാജ്യം നാശത്തിൻ്റെ വക്കിലാണ് എന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറയുന്നു. ജനാഭിപ്രായത്തെ മറികടന്ന് പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നു. മണിപ്പൂരിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചു. പ്രധാനമന്ത്രിയുടെ ആളുകൾ ഭരണഘടന തിരുത്തി എഴുതുമെന്ന അഹങ്കാരത്തോടെ പറയുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. Of this acceptance are, and let us not be in any confusion over what this new nation that is being sold to us so vociferously stands for. Laws are enacted bypassing the process of democracy and enforced upon people against their will. Lakhs and lakhs of farmers from across India protest for months against laws that are thrust upon them. Some of them die, some lose their sons. Others are beaten and humiliated, called terrorists, anti-national, yet they continue their peaceful protest. കോഴിക്കോട്ടും കണ്ണൂരിലും വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ ക്രമക്കേടെന്ന് പരാതി. കണ്ണൂരിൽ വീട്ടിലെത്തിയുള്ള വോട്ടിംഗിൽ ആൾമാറാട്ടം നടന്നുവെന്ന LDF പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയെയും സസ്പെൻഡ് ചെയ്തു. അതേസമയം കല്യാശ്ശേരിയിലെ വയോധികയായ വോട്ടർക്ക് കണ്ണ് കാണാത്തതിനാലാവാം മുൻ ബ്രാഞ്ച് സെക്രട്ടറി സഹായിച്ചതെന്ന് LDF കൺവീനർ EP ജയരാജൻ ന്യായീകരിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരിയിൽ വീട്ടിലെത്തിയുള്ള വോട്ടിംഗിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിക്ക് പിന്നാലെയാണ് കണ്ണൂരും കോഴിക്കോടും ആളുമാറി വോട്ട് രേഖപ്പെടുത്തിയെന്ന ഗുരുതര പരാതി ഉയർന്നത്. കല്യാശ്ശേരിയിൽ CPIM ബൂത്ത് ഏജന്റും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഗണേശൻ പ്രതിസ്ഥാനത്ത്, കണ്ണൂരിലും കോഴിക്കോടും പരാതിക്കാർ LDF. കോഴിക്കോട് കുന്നമംഗലത്ത് പായമ്പുറത്ത് ജാനകിയമ്മയ്ക്ക് പകരം കൊടശ്ശേരി ജാനകിയമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ് പരാതി. നമ്മൾ സാധാരണ നമ്മൾ ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരാളെ ID കാർഡ് ഉണ്ടാവും, അതേമാതിരി അവർ ക്രമ നമ്പർ ഉണ്ടാവും. ഇത് തന്നെയാണോ എന്ന് അവർ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതൊന്നും അവിടെ ഇല്ല. BLO എന്താണോ പറഞ്ഞത് അത് അവർ ഓഫീസർമാർ ചെവിക്കൊണ്ട് അത് അങ്ങനെയാണ് ചെയ്തത്. നമ്മുടെ പരാതി ഉണ്ടായിട്ടും നമുക്ക് അവർ ചെയ്യാൻ കഴിഞ്ഞില്ല. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിൽ K കമലാക്ഷി എന്ന വോട്ടർക്ക് പകരം V കമലാക്ഷി എന്ന മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തി. കോൺഗ്രസ് അനുഭാവിയായ BLO കള്ളവോട്ടിന് കൂട്ടുനിന്നുവെന്നാണ് LDF ആരോപണം. പരാതിക്ക് പിന്നാലെ പോളിംഗ് ഓഫീസറെയും BLOയെയും ജില്ലാ വരണാധികാരി സസ്പെൻഡ് ചെയ്തു. വീഴ്ചയുണ്ടായെന്ന പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം കല്യാശ്ശേരിയിലെ വീട്ടിലെ വോട്ട് ക്രമക്കേട് വിവാദത്തിൽ LDF കൺവീനറുടെ പ്രതികരണം ഇങ്ങനെ: രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഈ വോട്ട് ചെയ്യാൻ പോകുന്നവരോടൊപ്പം പോകാം, അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്ത് കാര്യം അവിടെ പോയി ഒരാളെ ഒരു വോട്ട് കൊണ്ട് എന്താവാ? അല്ലെ ഇതെന്താ എണ്ണി തീർന്നതാ? തുടക്കല്ലേ. വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സംവിധാനത്തിലെ വീഴ്ചകൾ തടയാൻ കർശന ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ വരണാധികാരിമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട് കണ്ണൂർ. വീടുകളിൽ ചെന്ന് CPIM കള്ളവോട്ട് ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിൽക്കുന്നു. വടകരയിൽ വ്യാപകമായി UDFകാർക്കെതിരെ കേസെടുക്കുന്നുവെന്നും VD സതീശൻ ആരോപിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വടകരയിലെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ഒരു നുണബോംബ് ചീറ്റിപ്പോയി. ഇപ്പോൾ ഇലക്ഷൻ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവര് ഇപ്പോൾ വീടുകളിൽ ചെന്ന് പോളിംഗ് നടത്തുമ്പോൾ ആ പോളിംഗിൽ ഇടപെടാൻ വേണ്ടി CPM ശ്രമിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതി. ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. സുതാര്യമായിട്ടല്ല താഴെത്തട്ടിലെ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. വടകരയിൽ ഒരുപാട് പേർക്കെതിരെ കേസെടുക്കുകയാണ്. ഒരുപാട് പേർക്കെതിരെ സൈബർ ആക്രമണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത ആളുകൾക്കെതിരെയാണ് കേസെടുക്കുന്നത്. ഇതുവരെ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി സിയ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ കുറിക്കുന്നു. അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. പൊരിവെയിലാണ്, കൊടും ചൂടാണ്, ഒരു രക്ഷയുമില്ല. എന്താണ് ഈ ചൂടുമായി ബന്ധപ്പെട്ടുള്ള, വേനൽ ചൂടുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരം എന്ന് ചോദിക്കുന്നുണ്ട്. രാവിലെ പുറത്തു വന്ന മുന്നറിയിപ്പ് പ്രകാരമാണെങ്കിൽ ഒട്ടുമിക്ക ജില്ലകളിലും സാധാരണത്തേതിനേക്കാൾ 2-3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടി നിൽക്കും എന്നുള്ളതായിരുന്നു മുന്നറിയിപ്പ്. ഏറ്റവും ഒടുവിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. ആ ഘട്ടത്തിൽ അത് സിയായിനെ പോലുള്ളവരെ അറിയിക്കുകയും ചെയ്യാം. തൃശൂർ പൂരത്തിനിടെ അസാധാരണ സംഭവങ്ങൾ. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി ദേവസ്വം രാത്രിപൂരം നിർത്തിവെച്ചു. തുടർന്ന് വെടിക്കെട്ട് നടത്തില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വെടിക്കെട്ട് നടത്താൻ മണിക്കൂറുകൾ വൈകി തിരുവമ്പാടി ദേവസ്വം തയ്യാറാവുകയായിരുന്നു.
പ്രതിഷേധങ്ങളെ തുടർന്ന് ഏറെ വൈകി രാവിലെ 7 മണിയോടെയാണ് വെടിക്കെട്ട് നടന്നത്. സമാനതകളില്ലാത്ത സംഭവങ്ങൾക്കാണ് പൂരനഗരി സാക്ഷ്യം വഹിച്ചത്. വർണ്ണാഭമായ വെടിക്കെട്ട് കാണാനെത്തിയ പൂരപ്രേമികളെ 11 മണിയോടെ തന്നെ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. 3 മണിക്ക് നിശ്ചയിച്ച വെടിക്കെട്ടിന് മണിക്കൂറുകൾക്ക് മുൻപേ അടച്ചുകെട്ടി നിയന്ത്രണം കടുപ്പിച്ചതിൽ വലിയ പ്രതിഷേധമുയർന്നു. രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതും പ്രകോപനമുണ്ടാക്കി. ഇതോടെയാണ് ചരിത്രത്തിലാദ്യമായി രാത്രിപൂരം തിരുവമ്പാടി വിഭാഗം നിർത്തിവെച്ചത്. വെടിക്കെട്ട് നടത്തില്ലെന്നും അറിയിച്ചു. പിന്നീട് ജനം പോലീസിന് നേരെ പ്രതിഷേധിച്ചു. രാത്രി 2 മണി വരെ എല്ലാ ഭാഗവും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് അവർക്ക് പൂരം ആസ്വദിക്കാനുള്ള വഴിയൊരുക്കാമെന്ന് പറഞ്ഞിരുന്നു. ദൗർഭാഗ്യവശാൽ അതൊന്നും ഇന്നുണ്ടായിട്ടില്ല. വെടിക്കെട്ടിനായി കാത്തിരുന്ന പൂരപ്രേമികൾ നിരാശയിലായി. 3 മണിയോടെ പിന്നെ മാരത്തൺ ചർച്ചകൾ. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ കെ രാജനും ജില്ലാ കലക്ടറുമായി നടത്തിയ ചർച്ചയിൽ അനുനയം. തൃശൂരിലെ സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപിയും VS സുനിൽകുമാറും ചർച്ചയിൽ പങ്കെടുത്തു. തിരുവമ്പാടി ദേവസ്വം മുന്നോട്ടുവെച്ച ഉപാധികൾ അംഗീകരിച്ചതോടെ വീണ്ടും വെടിക്കെട്ടിനുള്ള സാധ്യതകൾ തെളിഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പോലീസ് പെരുമാറിയതാണ് പൂരം നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യമെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പറഞ്ഞു. നിർത്തിവെക്കാൻ നിർബന്ധിതരായതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പോലീസ് മേധാവികളും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ ചർച്ച നടത്തുകയുണ്ടായി. എല്ലാവരും പോയി ചർച്ച നടത്തി. ഭാവിയിൽ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കളക്ടറും മറ്റുള്ളവരും ഉറപ്പ് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. പൂരചരിത്രത്തിൽ മുമ്പെങ്ങും ഉണ്ടാകാത്ത രീതിയിലുള്ള വെടിക്കെട്ടിൽ നിന്നുള്ള പിന്മാറ്റത്തിനും പ്രതിഷേധത്തിനും സാക്ഷ്യം വഹിച്ച പൂരനഗരിയിൽ 7 മണിയോടെ ആദ്യം പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് നടന്നു. ഇതിനു പിന്നാലെ തിരുവമ്പാടി വിഭാഗത്തിന്റെയും വെടിക്കെട്ട്. മണിക്കൂറുകൾ വൈകിയെങ്കിലും മാറ്റ് ഒട്ടും കുറയാതെയായിരുന്നു വെടിക്കെട്ട്. 24 തൃശൂർ. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിലാക്കിയ പോലീസ് ഇടപെടലിനെതിരെ വ്യാപക വിമർശനം. BJPക്ക് വേണ്ടിയാണ് പോലീസ് ഇടപെടലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പോലീസ് ജനങ്ങളെ വിരട്ടാൻ ശ്രമിച്ചതായി തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറും പറഞ്ഞു. പകൽ വെളിച്ചത്തിൽ നടന്ന പൂരം വെടിക്കെട്ട് ആസ്വദിക്കാൻ കഴിയാത്ത വിഷമം പൂരപ്രേമികളും പങ്കുവച്ചു. ഇന്നലെ പൂരം ദിനത്തിൽ മഠത്തിൽ വരവ് മുതൽ പോലീസ് നടപ്പാക്കിയ അനാവശ്യ നിയന്ത്രണങ്ങളാണ് ഒടുവിൽ വെടിക്കെട്ട് തടസ്സപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇതോടെയാണ് പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി നാടൊന്നാകെ രംഗത്ത് വന്നത്. പൂരത്തിന് വന്ന ജനങ്ങളെ പോലീസ് വിരട്ടാൻ ശ്രമിച്ചുവെന്നായിരുന്നു VS സുനിൽകുമാറിന്റെ വിമർശനം. പോലീസ് അവർക്കെതിരായി ചെറിയ തോതിൽ പോലീസുകാർ ആളുകളെ വിരട്ടി ഓടിക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്തയും അതിനിടയിൽ വരികയുണ്ടായി. അതൊരു സത്യം തന്നെയാണ്. ചെറിയ തോതിലാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയെന്നായിരുന്നു VD സതീശന്റെ വിമർശനം. എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി അതിനകത്ത് ഇടപെടുന്നത്? കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടിച്ച് BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. പോലീസ് ഇടപെടലിൽ പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് തടസ്സപ്പെട്ടതോടെ പൂരപ്രേമികളും നിരാശ പങ്കുവച്ചു. നേരത്തെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഭംഗി പോയി. രാത്രി ആയില്ല, അതാ വളരെ മോശമായത്. അടിപൊളിയായിരുന്നു. പക്ഷെ രാത്രി ആണെങ്കിലാണ് നല്ല കൂടുതൽ അടിപൊളിയായി. പൊലിമ കുറഞ്ഞെങ്കിലും വെടിക്കെട്ട് കണ്ട് മടങ്ങാനായതിന്റെ ആശ്വാസത്തിലാണ് മറ്റു ചില പൂരപ്രേമികൾ. 24 തൃശൂർ. ഉപചാരം ചൊല്ലി പിരിയൽ പൂർത്തിയായതോടുകൂടി തൃശൂർ പൂരം കൊടിയിറങ്ങിയിരിക്കുന്നു. 36 മണിക്കൂർ നീണ്ട പൂരച്ചടങ്ങുകളാണ് അതോടെ സമാപിച്ചിരിക്കുന്നത്. അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. നിഖിൽ പ്രമേഷ് പൂരനഗരിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ നിറം കെടുത്തിയെങ്കിലും ഒരു കളർഫുൾ പൂരം തന്നെ ആസ്വദിച്ച് പൂരപ്രേമികൾ മടങ്ങുന്നു. ഇന്ന് പകൽപൂരത്തിൽ കണ്ട കാഴ്ചകളും എങ്ങനെ നിൽക്കും? ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെടിക്കെട്ട് ഇങ്ങനെ അനന്തമായി വൈകിയത്, അതായത് 3:15 നടക്കേണ്ടുന്ന വെടിക്കെട്ട് 7:15 നടന്നത്, ഏതാണ്ട് 4 മണിക്കൂറിലധികം വൈകിയത് വലിയ രീതിയിൽ കല്ലുകടി ആയിട്ട് തന്നെയുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൂര ദിക്കുകളിൽ നിന്നൊക്കെ എത്തിയ ആളുകൾക്ക് അതൊരു പ്രയാസമായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
എന്നിരിക്കെയും ഈ പകൽപൂരവും തൃശ്ശൂർക്കാർ കൊണ്ടാടിയിരിക്കുകയാണ്. ദേശക്കാരുടെ പൂരം എന്നാണ് പൊതുവെ ഈ പകൽപൂരത്തെ പറയാറ്. തൃശ്ശൂർ പൂരം ദിവസം ഇവിടുത്തെ അടുത്തുള്ള ആളുകളുടെ വീടുകളിലൊക്കെ വലിയ തിരക്കായിരിക്കും. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നാട്ടിൽ ദേശക്കാരുടെ വീടുകളിലുള്ള സ്ത്രീകൾക്കൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂരമാണ് സത്യത്തിൽ പകൽപൂരം. ഇരു ഭാഗങ്ങളിൽ നിന്നും ഇരു ദിക്കുകളിൽ നിന്നും ഇരു ദേവതമാർ എത്തിച്ചേരുന്നു. മണികണ്ഠനാനിൽ നിന്ന് പാറമേക്കാവ് ദേശം, നായ്ക്കനാനിൽ നിന്ന് തിരുവമ്പാടി ദേശം എത്തിച്ചേരുന്നു. അങ്ങനെ ഇരു ദേശങ്ങളും ഇവിടെ എത്തി. ഇന്നലെ എങ്ങനെയാണോ അതിന് സമാനമായ തരത്തിലുള്ള ഒരു ചെറുപൂരം നടക്കുകയാണ് ഇവിടെ. കുടമാറ്റമുണ്ട്, ചെറിയ ചെറിയ വെടിക്കെട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഇരു ദേവതകളും ഇവിടേക്ക് എത്തി ഉപചാരം ചൊല്ലി വണങ്ങുന്ന കാഴ്ച, അതൊരു ഏറ്റവും മനോഹരമായി. ഈ പൂരക്കാഴ്ചകളിൽ ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ഒരുപാട് ഇനങ്ങൾ ഉണ്ടാകും. അതിൽ ചില പൂരപ്രേമികൾക്കെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ഉപചാരം ചൊല്ലി വണങ്ങുന്ന ആ ഒരു കാഴ്ച. അതിനുശേഷം ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അതിനുശേഷമാണ് പൂര തീയതി പ്രഖ്യാപിക്കുക. അല്പസമയത്തിനകം അത് ഉണ്ടാകും. പിന്നീട് ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആ ഒരു വർഷത്തേക്കുള്ള ഒരുക്കമാണ്. വിദേശത്തുള്ള ആളുകൾക്കാണെങ്കിൽ അവധിയൊക്കെ നേരത്തെ തന്നെ കാലക്കൂട്ടി തീരുമാനിച്ച് അവർക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. എന്തായാലും ഒരു വലിയ വിവാദമുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഒരു തരത്തിലൊരു തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുന്നുമുണ്ട്. കാരണം ഈ പോലീസിന്റെ ഇതുവരെ ഇല്ലാത്ത നിയന്ത്രണങ്ങൾ ഇത്തവണ ഉണ്ടായതുകൊണ്ടാണ് ഈ തരത്തിൽ വെടിക്കെട്ട് അനന്തമായി വൈകുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ തന്നെ പറഞ്ഞത് ഇത് വിവാദമാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. സർക്കാരല്ല ഈ വൈകിപ്പിക്കൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ തവണ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ദിവസങ്ങളോളം തന്നെ വെടിക്കെട്ട് വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പരാതിയില്ലാത്തവരാണ് ഇപ്പോൾ സർക്കാരിനെതിരെ തിരിയുന്നത്. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം അത് തന്നെയാണ്. ഇതിപ്പോൾ പലരും ഒരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാനും സർക്കാരിന്റെ ഭാഗത്തുണ്ടാക്കിയ വീഴ്ചയായി മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് കാര്യമില്ല. ഇത്തവണ ഉണ്ടായത് പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് ഇത്തവണ ഉണ്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയും മറ്റുമായി ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പുതിയ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് സമ്മതിക്കുന്നു. വരും വർഷങ്ങളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ പരാജയപ്പെടും, അവർ നാണിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന റീജിത്ത്, ഇപ്പോൾ ഞാനുള്ള പടിഞ്ഞാറേ നടയ്ക്ക് അഭിമുഖമായി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാവരും കാത്തിരിക്കുന്നതിന് ഇപ്പോൾ ഒരു ഉച്ച വെടിക്കെട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇരുഭാഗങ്ങളിൽ പടിഞ്ഞാറ് നടയുടെ ഇരുഭാഗങ്ങളിലുമായി അതിനുള്ള കോപ്പുകൂട്ടൽ പുരോഗമിക്കുകയാണ്. അതുകൂടി കഴിയുന്നതോടുകൂടി 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ തൃശ്ശൂർ പൂരത്തിന് സമാപനമാവുകയാണ്. അതിനുശേഷമായിരിക്കും സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർക്കാരൊന്ന് നന്നായി ഉറങ്ങുക. കാരണം ഇത്രയധികം ദിവസമായി മണിക്കൂറുകളായി അവരുടെ കാത്തിരിപ്പായിരുന്നു. അവരെങ്ങനെയെങ്കിലും ഈ പൂരത്തിലേക്ക് എത്തിച്ചേരാൻ, പിന്നീട് അതിൽ അലിഞ്ഞു ചേരാൻ, അതിനൊക്കെയുള്ള കാത്തിരിപ്പായിരുന്നു. അത് പൂർത്തിയായ ശേഷമുള്ള ആ ഉച്ച വെടിക്കെട്ടിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം അത് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തവണത്തെ പ്രത്യേകത എന്നുള്ളത് മന്ത്രിമാർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ ആളുകൾ, കഴിഞ്ഞതിന് കോവിഡിനൊക്കെ ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന ഒരു പൂരം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത്തവണത്തെ പൂരത്തെ വിലയിരുത്താൻ കഴിയും. അപ്പോഴുണ്ടാകുന്ന ചെറിയ ചെറിയ പോരായ്മകളാണിത്. ഞങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കപ്പുറം അടുത്ത പൂര തീയതി എന്ന് അല്ലെങ്കിൽ അടുത്ത പൂര തീയതിയിലേക്കുള്ള ദൂരം, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്, അതിനുവേണ്ടിയുള്ള ഒരുക്കം, അതിനൊക്കെയാണ് ഞങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ളതാണ് ഈ മന്ത്രി കെ രാജനും വി എസ് സുനിൽകുമാറും ഒക്കെ പറയുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതൊരു വിവാദമാക്കാൻ ശ്രമിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ എല്ലാവരുടെയും കാത്തിരിപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ച വെടിക്കെട്ടിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. നമുക്ക് അവിടേക്കൊന്ന് പാൻ ചെയ്തൊന്ന് ടൈറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. ആളുകൾ ഇങ്ങനെ അക്ഷമരായി വടത്തിന് മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകൾ. ഇത് സാധാരണ ദേശക്കാരുടെ പൂരം എന്നാണ് ഈ ദിവസത്തെ പൂരത്തെ പറയാറെങ്കിലും ഇതിപ്പോൾ ദേശക്കാർ മാത്രമൊന്നുമല്ല, എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആളുകൾ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അവരെ എവിടേക്കൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഈ വെടിക്കെട്ട് അല്പസമയത്തിനകം ആരംഭിക്കും എന്നുള്ളതുകൊണ്ട് അവരോട് അവിടെ ഇങ്ങനെ നിൽക്കാൻ. നിഖിൽ പ്രമേഷ് പൂരനഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പൂരപ്രേമികളെ ആവേശക്കൊടിമുടിയിലാക്കിയ പൂരത്തിന് സമാപനമാവുകയാണ്. നിഖിൽ പ്രമേഷ് അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തു വന്നൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. ഇടുക്കി കട്ടപ്പനയിൽ കിണറ്റിൽ കാട്ടുപന്നി വീണു എന്നുള്ള വിവരം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പുറത്തു വന്നിരുന്നു. അതിലൊരു അപ്ഡേഷൻ ഇപ്പോഴുള്ളത് കട്ടപ്പനയിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വനംവകുപ്പ് വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. മാസപ്പടി കേസിൽ ED അന്വേഷണവുമായി സഹകരിക്കാതെ CMR MD ശശിധരൻ കർത്ത വീണ വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയില്ലെന്നും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിയതായും ED ആരോപിക്കുന്നു. ശശിധരൻ കർത്ത ഗുരുതര ആരോഗ്യ പ്രശ്നം അഭിനയിക്കുകയാണെന്ന് സംശയിക്കുന്നതായും ED വൃത്തങ്ങൾ പറയുന്നു. ആലുവയിലെ വീട്ടിൽ നടന്ന ചോദ്യം ചെയ്യലിനോട് ശശിധരൻ കർത്ത പ്രതികരിച്ചത് കട്ടിലിൽ കിടന്നുകൊണ്ടാണ്. വീണ വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. മൊഴിയെടുത്ത പേപ്പറുകളിൽ ഒപ്പിടാതെ കൈവിരൽ രേഖ പതിച്ചു നൽകിയെന്നും
ഒപ്പിടുന്നതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും മറുപടി നൽകിയതായും ED വൃത്തങ്ങൾ പറയുന്നു. ഇതിനിടെ കൈ അനങ്ങുന്നില്ലെന്ന് പറയുമ്പോഴും ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് തലേദിവസം ഒപ്പിട്ട ചെക്ക് ലീഫുകൾ ED കണ്ടെടുത്തിട്ടുണ്ട്. ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നം അഭിനയിക്കുകയാണെന്ന് സംശയിക്കുന്നതായി ED ചൂണ്ടിക്കാട്ടുന്നു. ശശിധരൻ കർത്തയെ വീണ്ടും ചോദ്യം ചെയ്യാനും ED തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ വീണ വിജയനെതിരായ അന്വേഷണത്തെ പിന്തുണച്ച VD സതീശൻ അഴിമതിയാണ് നടന്നതെന്നും ആരോപിച്ചു. മാസപ്പടി കേസിന്റെ പൂർണ്ണ നിയന്ത്രണം നിലവിൽ ചെന്നൈ ഹെഡ്ക്വാർട്ടേഴ്സിനാണ്. സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാറിനാണ് മേൽനോട്ട ചുമതല. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിലെത്തിയിരുന്നു. 2 ദിവസം കേരളത്തിൽ തങ്ങി അന്വേഷണം വിലയിരുത്തിയാണ് മടങ്ങിയത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എറണാകുളം സ്വദേശി നിമിഷപ്രിയയുടെ മോചനത്തിനായി മാതാവ് പ്രേമകുമാരി യമനിലേക്ക് യാത്ര തിരിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായാണ് മാതാവിന്റെ യാത്ര. 2017 യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയ ശിക്ഷ അനുഭവിക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പപേക്ഷിച്ച് നിമിഷയുടെ മോചനം സാധ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മാതാവ് പ്രേമകുമാരിയുടെ യാത്ര. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം ഒപ്പമുണ്ട്. ജയിലിലെത്തി നിമിഷയെ കാണാനാകുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയിന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാവ് പോലെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാ. ഈ പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാണ്. നിമിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും വേണ്ടി ജീവിതം പോരാ. നന്ദി പറയാനായിട്ട്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ പിന്തുണ ലഭിച്ചില്ലെന്നും കുടുംബത്തിന് പരാതിയുണ്ട്. യമനുമായി നയതന്ത്ര ബന്ധം ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. യമൻ പൗരൻ തലാൽ അബ്ദു മഹദി 2017 കൊല്ലപ്പെട്ട കേസിൽ ലഭിച്ച വധശിക്ഷയിൽ ഇളവ് നൽകണമെന്ന നിമിഷപ്രിയയുടെ ആവശ്യം നേരത്തെ യമൻ കോടതി തള്ളിയിരുന്നു. സന്നദ്ധ സംഘടനകൾ ഇടപെട്ടാണ് വീണ്ടും യമൻ ഗോത്രതലവന്മാരുമായി നിമിഷയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നത്. 24, കൊച്ചി. 6 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന മകളെ കാണാൻ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മാതാവ് പ്രേമകുമാരിക്ക് അനുമതി കിട്ടിയത്. യമനിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രേമകുമാരിയും കുടുംബവും ഫ്ലവേഴ്സ് 1 കോടിയിൽ അതിഥിയായെത്തി. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഭാഷയും സ്ഥലവും ഉൾപ്പെടെ തനിക്ക് അപരിചിതമാണെങ്കിലും മകളെ തിരികെ എത്തിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയാണ് പ്രേമകുമാരിക്കുള്ളത്. വികാരനിർഭരമായിരുന്നു 1 കോടിയിലെ പ്രേമകുമാരിയുടെ പ്രതികരണങ്ങൾ. അമ്മ ഇപ്പൊ നിമിഷപ്രിയ കണ്ടിപ്പോ എത്ര വർഷമായി? 12 വർഷം. 12 കൊല്ലമായി. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലാത്തതാണ് യാത്രാ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. അവരുടെ റംസാൻ വൃദ്ധസമയത്ത് പോകുന്നതായിരിക്കും കുറച്ച് നല്ലതെന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷെ അതിന്റെ മുമ്പേ നമ്മൾ ഇവിടെ തീരുമാനം എടുത്തതാ. പക്ഷെ നമുക്ക് തടസ്സം മാത്രമായി അത് കഴിഞ്ഞുപോയി. നിമിഷപ്രിയയും ഭർത്താവും മകളും യമനിലേക്ക് പോകാൻ അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭിച്ചില്ല. നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചതെന്തെന്ന് ഭർത്താവ് ടോമി തോമസ് ഓർത്തെടുക്കുന്നു. ഹോസ്പിറ്റലിൽ വരുന്ന ആ ഒരു ബന്ധം പല സമയത്തും വരുന്ന സംസാരിക്കുന്ന ആ രീതിയിലുള്ള കൊച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല തോന്നുന്നു. ഞങ്ങൾക്കൊരു അവിടെ എന്തായാലും സ്പോൺസർ വേണം, ഇന്ത്യക്കാർക്ക് കിട്ടില്ല. യുദ്ധകാലത്ത് കൃത്യമായ നിയമപരിരക്ഷ നിമിഷപ്രിയയ്ക്ക് ലഭിക്കാത്തതാണ് തിരിച്ചടിയായതെന്ന് 1 കോടിയിൽ പങ്കെടുത്ത അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പറയുന്നു. എന്താണ് ശരിക്കും ഇവരുടെ പേരിലുള്ള ഏറ്റവും വലിയ കുറ്റം? അത് ഏത് സാഹചര്യത്തിലുണ്ടായി? നിമിഷപ്രിയ ഞങ്ങൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വിശേഷിപ്പിക്കാറുള്ളത് ഒരു യുദ്ധത്തിന്റെ ഇര എന്നുള്ള നിലയ്ക്കാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയമായിരുന്നു യമനിൽ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യമായി നിമിഷയ്ക്ക് ഒരു ലീഗൽ ഡിഫൻസ് കിട്ടിയിട്ടില്ല. 2020 യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബമോ ഗോത്രമോ നിമിഷപ്രിയയ്ക്ക് മാപ്പു നൽകിയാൽ മാത്രമാണ് മടക്കം സാധ്യമാവുക. ഈ ദൗത്യത്തിനായി സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഒരുമിച്ച് കൈകോർത്തു നിൽക്കുകയാണ്. നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി പങ്കെടുക്കുന്ന 1 കോടി ഉടൻ ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. വയനാട് സുഗന്ധഗിരി മരമുറിക്കലിൽ DFO ഷജിനയ്ക്കെതിരായ നടപടിയിൽ പിഴവ് സംഭവിച്ചതായി വനമന്ത്രി AK ശശീന്ദ്രൻ. DFOയുടെ വിശദീകരണം ലഭിക്കുന്നതിന് മുമ്പുള്ള നടപടിയിൽ പിശക് സംഭവിച്ചു. ഇത് തിരുത്തുകയാണ് സർക്കാർ ചെയ്തത്. വിശദീകരണം ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സുഗന്ധഗിരിയിലെ അനധികൃത മരമുറിയിൽ DFOയുടെ സസ്പെൻഷൻ മരവിപ്പിച്ചതിന് വിശദീകരണവുമായി വനം മന്ത്രി. നടപടിക്രമങ്ങളിൽ പാളിച്ച ഉണ്ടായതായി AK ശശീന്ദ്രൻ. DFOയ്ക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് പറയുന്നില്ല. അന്വേഷണം നടക്കട്ടെ എന്നും വനം മന്ത്രി. 24 ഫോളോ അപ്പ്.
സുഗന്ധഗിരി മരമുറിയിൽ വയനാട് സൗത്ത് DFO എ ഷജ്നയോട് വിശദീകരണം ചോദിച്ചത് ഉത്തരമേഖലാ CCF. ഈ വിശദീകരണം ലഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ നടപടി റദ്ദാക്കി. വൈകിട്ടോടെ സസ്പെൻഷൻ ഉത്തരവുമിറങ്ങി. വിശദീകരണം ലഭിക്കുന്നതിന് മുമ്പെടുത്ത നടപടി തിടുക്കത്തിൽ ആയിപ്പോയെന്നാണ് വനം വകുപ്പിന്റെ തന്നെ വിശദീകരണം. ഈ സംഭവത്തിൽ പാളിച്ച പറ്റിയത് മന്ത്രി തന്നെ തുറന്നു സമ്മതിക്കുന്നു. സുഗന്ധഗിരിയിലെ മനമുറിയെ സംബന്ധിച്ച വിവരം കിട്ടിയപ്പോൾ സാധാരണ നിലയിലുള്ള അന്വേഷണം നടന്നു. ആ അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്കൊരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ചു. അവരൊരു റിപ്പോർട്ട് നൽകി. നിയമപരമായ ഒരു പെശക് സംഭവിച്ചു. DFOവിനോട് വിശദീകരണം ചോദിച്ചതിന് ശേഷം നടപടിയെന്നാണ്. പക്ഷേ വിശദീകരണം ചോദിക്കാതെ നടപടി സ്വീകരിച്ചു എന്ന ഒരു പെശക് അവിടെ ഉണ്ടായിട്ടുണ്ട്. സസ്പെൻഷൻ നടപടി ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ കോടതിയെയോ ട്രിബ്യൂണലിനെയോ സമീപിച്ചാൽ സർക്കാരിന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഉത്തരവ് മരവിപ്പിച്ചത്. ഉദ്യോഗസ്ഥർക്ക് വിശദീകരിക്കാനുള്ള സാഹചര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടാകൂ. സസ്പെൻഷൻ ഉത്തരവ് മരവിപ്പിച്ചതിന് പിന്നിൽ മറ്റ് ഇടപെടലുകൾ ഇല്ലെന്നും മന്ത്രി. DFO എ ഷജ്നയ്ക്കൊപ്പം ഫ്ലൈയിങ് സ്ക്വാഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവരെ സസ്പെൻഡ് ചെയ്ത നടപടിയും മരവിപ്പിച്ചിട്ടുണ്ട്. 24 വയനാട്. സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു. ഇന്ത്യയിൽ മസ്ക് $300 കോടി നിക്ഷേപം നടത്തുമെന്ന പ്രതീക്ഷകൾക്കിടെയാണ് അപ്രതീക്ഷിതമായി സന്ദർശനം റദ്ദാക്കിയത്. തിങ്കളാഴ്ചയായിരുന്നു പ്രധാനമന്ത്രിയുമായി മസ്കിന്റെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. ഈ വർഷം അവസാനം ഇന്ത്യയിലെത്തുമെന്ന് മസ്ക് അറിയിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് ഈ മാസം 10-ന് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചതോടെ ആവേശത്തിലായിരുന്നു ഇന്ത്യൻ വ്യവസായ ലോകം. ഈ മാസം 21-ന് രാജ്യത്തെത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിവിധ സ്റ്റാർട്ടപ്പ് മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. ടെസ്ലയുടെ ഇലക്ട്രിക് വാഹന പ്ലാന്റും സ്റ്റാർലിങ്കിന്റെ ഇന്ത്യ പ്രവേശനവും സംബന്ധിച്ച ചർച്ചകളായിരുന്നു ഇന്ത്യ സന്ദർശന വേളയിൽ മസ്കിന്റെ പ്രധാന അജണ്ട. മസ്കിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി 2 നയപ്രഖ്യാപനങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. വൈദ്യുത വാഹന നിർമ്മാണത്തിനായി രാജ്യത്ത് $500 മില്യൺ നിക്ഷേപിക്കുകയും 3 വർഷത്തിനുള്ളിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുകയും ചെയ്യുന്ന കമ്പനികൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്നായിരുന്നു ഒന്ന്. ബഹിരാകാശ മേഖലയിലെ പ്രത്യക്ഷ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചട്ടമായിരുന്നു മറ്റൊന്ന്. മസ്കിന്റെ കമ്പനികളുടെ ഇന്ത്യ പ്രവേശനം ലളിതമാക്കുന്നതിനാണ് പ്രഖ്യാപനങ്ങളെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു. മഹാരാഷ്ട്രയും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ടെസ്ല പ്ലാന്റിനായുള്ള കരുനീക്കങ്ങളും നടത്തിയിരുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളും മസ്കിന്റെ സന്ദർശനത്തെ ഉറ്റുനോക്കിയിരുന്നത്. ഈ മാസം 23-ന് കമ്പനികളുടെ വരുമാനവുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുമായും വിശകലന വിദഗ്ധരുമായും മസ്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സന്ദർശനം മാറ്റിവെക്കാൻ ഇതാണ് കാരണമെന്നാണ് വിലയിരുത്തൽ. ബിസിനസ് ഡെസ്ക് 24. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, അതിൽ ഇപ്പോൾ മന്ത്രി കെ രാജന്റെ പുതിയ പ്രതികരണം പുറത്തുവരുന്നുണ്ട്. പൂരത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിശോധിക്കും എന്നാണ് മന്ത്രി കെ രാജൻ പറയുന്നത്. വിവാദമാക്കാൻ പലയിടങ്ങളിൽ നിന്നും ശ്രമം നടന്നു. പൂരത്തിന് പക്വതയോടെ ദേവസ്വങ്ങൾ സഹകരിച്ചു എന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. നേരത്തെ ആ വിവരം ഞാൻ പ്രേക്ഷകരോട് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. വനവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ എന്താണ്? രാഹുൽ വിജയനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഇടുക്കി കട്ടപ്പനയിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, വിവരങ്ങൾ. 8 മണിക്കൂറാണ് ഈ കാട്ടുപന്നി ഈ കിണറ്റിൽ കിടന്നിരുന്നത്. ബേബിച്ചൻ എന്ന് പറയുന്ന ആളുടെ, നിരപ്പിൽക്കട സ്വദേശിയായിട്ടുള്ള ബേബിച്ചൻ എന്ന് പറയുന്ന ആളുടെ കിണറ്റിലാണ് ഇന്ന് രാവിലെ ഈ കാട്ടുപന്നി വീണത്. ജോലിക്കായി ഈ കൃഷിയിടത്തിലെത്തിയ ജോലിക്കാരാണ് കാട്ടുപന്നി കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പിന്റെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്തിന് അനുമതി കൊടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ലൈസൻസ് ഉള്ള തോക്കുകളൊന്നും പഞ്ചായത്തിലുള്ള ആരുടെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തേക്കടിയിൽ നിന്ന് വനംവകുപ്പിന്റെ തന്നെ തോക്ക് കൊണ്ടുവന്നാണ് ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പന്നിയുടെ ജഡം ഇപ്പോൾ കിണറ്റിന് പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാട്ടുപന്നി ശല്യം രൂക്ഷമായ മേഖലയാണ്. അത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.
സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലുള്ള വീട്ടിൽ മോഷണം 1 കോടിയോളം രൂപ വില വരുന്ന വജ്രാഭരണങ്ങളും സ്വർണവും കവർന്നു. ഇടപ്പള്ളി രാജധാനി ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെത്തിയെന്ന വ്യാജേന എത്തിയ സംഘം സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളഞ്ഞു. സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ രാത്രി 1:30യോടെയാണ് മോഷണം നടന്നത്. അടുക്കള ഭാഗത്ത് ജനൽ കുത്തിത്തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1 കോടി രൂപ വില മതിക്കുന്ന വജ്രാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും വാച്ചുകളും മോഷ്ടിച്ചു. ജോഷിയും ഭാര്യയും മരുമകളും കുട്ടികളും ജോലിക്കാരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ടീഷർട്ടും തൊപ്പിയും കറുത്ത ഷോളും ധരിച്ചിട്ടുണ്ട്. കൊച്ചി ഇടപ്പള്ളി രാജധാനി ജ്വല്ലറിയിൽ ഇന്നലെ രാത്രി 8 മണിയോടെ സ്വർണം വാങ്ങാനെന്ന് വ്യാജേനയെത്തിയ 4-അംഗ സംഘം 1 പവൻ തൂക്കം വരുന്ന സ്വർണമാലയുമായി കടന്നുകളഞ്ഞു. അന്തർസംസ്ഥാന സംഘമാണ് മോഷണത്തിന് പിന്നിൽ. സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. വീണ്ടും കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക്. വയനാട് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി PM സുധാകരൻ അല്പസമയത്തിനകം ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കും. കൽപ്പറ്റയിലെ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാകും ബി.ജെ.പിയിൽ ചേരുക. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, വോട്ടെടുപ്പിന് 5 നാൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും ഒരു കളമാറ്റം. എന്താണ് ഈ PM സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അദ്ദേഹത്തിന്റെ വിശദീകരണം എങ്ങനെയാണ്? അലക്സ് റാം മുഹമ്മദ്. ശ്രീജിത്ത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ ലോട്ടസ് അത് ബി.ജെ.പി കൂടുതൽ ശക്തമാക്കിയത്. തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണ് ബി.ജെ.പി. അത് തിരുവനന്തപുരത്ത്, തൃശ്ശൂർ, ഇതൊക്കെ ആവർത്തിച്ച് തുടരുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലായി വയനാട്, അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന വയനാട് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി PM സുധാകരനും ഒപ്പം കോൺഗ്രസ് നേതാക്കളും അല്പസമയത്തിനകത്ത് ബി.ജെ.പിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ ബി.ജെ.പി പ്രവേശനം അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ അവർ NDAയുടെ ഈ ഓഫീസിലെത്തും. കൽപ്പറ്റയിലെ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി ബി.ജെ.പി അംഗത്വം സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ PM സുധാകരൻ ഭൂതാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം മറ്റു ചില നേതാക്കൾ, പ്രധാനപ്പെട്ട ജില്ലയിലെ മറ്റു ചില നേതാക്കൾ കൂടി ബി.ജെ.പിയിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അവരും പറയുന്നത്, നേരത്തെയൊക്കെ പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിയ നേതാക്കൾ പറയുന്നത് പോലെ പാർട്ടിയിലെ അവഗണന എന്നുള്ളത് തന്നെയാണ് അവർ നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും അല്പസമയത്തിനകത്ത് അവർ മാധ്യമങ്ങളിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ജനമനസ്സറിഞ്ഞ് സൈക്കിൾ യജ്ഞം. ന്റെ ഇലക്ഷൻ സ്പെഷ്യൽ സൈക്കിൾ യജ്ഞം നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. വോട്ടേഴ്സിന്റെ മനസ്സറിഞ്ഞ് ടീം 24 യാത്ര തുടരുന്നു. അതിലേക്ക് സൈക്കിൾ യജ്ഞം നമ്മുടെ മണ്ഡല പര്യടനമായിട്ട് ഇപ്പോൾ ആലപ്പുഴയിലാണ് വന്ന് നിൽക്കുന്നത്. ഇക്കുറി ശക്തമായ മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക. KC വേണുഗോപാൽ ഇത്തവണ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം അവരെ ഏറ്റവും വലിയ പിന്തുണച്ച ആരിഫിന്റെ മണ്ഡലം കൂടിയാണ്. ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്തുണ്ട്. 3 പേരും കട്ടയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം, അവർക്ക് എന്താണ് പറയാനുള്ളത്. എന്താ വില? 40 രൂപ. മുഴത്തിന് 40 രൂപ. ഈ കനകാമ്പരം ഒന്നും അങ്ങനെ അധികം കാണാറില്ല. കൂടുതലായിട്ട് കാണാൻ. ചേട്ടാ, ഇലക്ഷന്റെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആലപ്പുഴ ആർക്കാണ് സാധ്യത? പറയാൻ പറ്റത്തില്ല. ആരിഫിനാണ് സാധ്യത. ഇന്ത്യ സഖ്യത്തില് ഇപ്പം കോൺഗ്രസും ഉണ്ട്, CPM ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം KC വേണുഗോപാൽ ജയിച്ചാലും പോരാ. അദ്ദേഹം BJPക്ക് അവിടെ സാധ്യത ഒരുക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ തീർച്ചയായിട്ടും KC ജയിച്ചാലും ആരിഫ് ജയിച്ചാലും കേന്ദ്രത്തിൽ പോയി ചായ മേടിക്കാനേ പറ്റത്തുള്ളൂ. ബാക്കി കേന്ദ്രം BJP ഭരിക്കുന്ന കാരണം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇവിടുന്ന് പോയാലേ. സാഹചര്യം ജയിക്കും. കേന്ദ്രത്തിൽ മോദി സർക്കാർ തന്നെ നിലവിൽ വരും. ഇവിടെ ശോഭാ സുരേന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്ത് മാറ്റമാണ് ആലപ്പുഴയ്ക്ക് ഉണ്ടാവുക? ആലപ്പുഴ വികസനത്തിന്റെ നല്ല രീതിയിൽ വരും. വികസനം കുറവാണ്. ഇദ്ദേഹം ഇവിടെ എത്ര വർഷമായിട്ട് ഇവിടെ കച്ചവടത്തിലുള്ള ഒരു വ്യക്തിയാണ്. വികസനമില്ല എന്ന് കണ്ണടച്ചിട്ടേക്കാനൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം
ഇദ്ദേഹം വന്ന സമയവും നമ്മളിവിടെ ഉണ്ടായിരുന്നതാണ്. ഈ ആലപ്പുഴ പട്ടണം വികസിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാവാം. അപ്പൊ നമുക്ക് അങ്ങ് വിട്ടാലേ അല്ലേ? ശരിയാണ്. അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ? ഈ പ്രാവശ്യത്തെ വോട്ട് എല്ലാവരും ചെയ്യണം. അതുമാത്രമല്ല വികസനം നോക്കണം. വികസനമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇടതുപക്ഷവും വലതുപക്ഷവും. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ്. അതെ അതെ, കുറെ പേര് പറയുന്നുണ്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ചെയ്യണം. നമ്മളുടെ എന്താണോ നമ്മളുടെ തീരുമാനം അത് നമ്മൾ വോട്ട് ചെയ്ത് തന്നെ അറിയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഹായ് ചേച്ചി, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. വിഷു കഴിഞ്ഞപ്പോ കച്ചവടമൊക്കെ ഉണ്ട്. ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂടാണ്. വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെക്കുമോ? ഇഷ്ടം പോലെ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ തണ്ണീർപ്പന്തലുണ്ട്, പക്ഷെ വെള്ളമില്ലെന്നേ ഉള്ളൂ. പന്തല് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. വോട്ട് ചെയ്യാൻ പോകും. അത് വോട്ട് നമ്മുടെ അവകാശമല്ലേ. ശരി, അപ്പൊ നമുക്ക് അടുത്ത ചേച്ചിയുടെ പോവാം. ഞാൻ ആലോചിക്കാം ചേച്ചി എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ പൂ കെട്ടുന്നത്. ഞാൻ കുറെ തവണ പൂ കെട്ടാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. ഈ സ്ത്രീകൾക്ക് പൊതുവെ ഇലക്ഷനിലൊന്നും താല്പര്യമില്ല എന്ന് പറയാം. ആലപ്പുഴയിലെ സ്ത്രീകളുടെ കാര്യം എങ്ങനെയാ? നമ്മളെ രാവിലെ ചെയ്യാൻ നമ്മളതിനെ പറ്റി തിരക്കാറില്ല. ഇത്തവണത്തെ ഒരു പോക്ക് എങ്ങനെയാ? ആരും ജയിക്കാം? നമുക്കറിയാൻ ഇലക്ഷൻ പ്രചാരണമൊക്കെ ചൂട് പിടിക്കണ്ട? സ്ഥാനാർത്ഥികളൊക്കെ കാണാനൊക്കെ അങ്ങനെ വലിയ പാർട്ടിക്കാരെന്ന് പറയുന്നല്ല, സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടില്ല. വാർത്തകളിലേക്ക് വീണ്ടും. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷീനയുടെ ദുരിതത്തിന് അറുതിയില്ല. അടുത്ത മാസം വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകും. കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് അടിഞ്ഞുകൂടിയ കൊഴുപ്പ് നീക്കം ചെയ്യാനാണ് ശസ്ത്രക്രിയ. തുടർ ചികിത്സയിൽ സർക്കാർ ഇടപെടണം എന്നാണ് ഹർഷീനയുടെ ആവശ്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ അശ്രദ്ധ മൂലം ജീവിതം തുലാസിലായതാണ് പന്തിരങ്കാവ് സ്വദേശിനി കെ ഹർഷീനയുടേത്. വയറ്റിൽ കുടുങ്ങിയ കത്രിക നീക്കം ചെയ്തിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വിടാതെ കൂടെയുണ്ട്. വയറിനുള്ളിൽ വീണ്ടും കൊഴുപ്പടിഞ്ഞുകൂടി. ഇത് നീക്കം ചെയ്യാനാണ് വീണ്ടും ശസ്ത്രക്രിയ. ഉള്ളില് ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ സ്ഥലത്ത് വീണ്ടും ഒരു ഫാറ്റ് പോലെ അങ്ങനെ ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പൊ അത് റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു സർജറിയും കൂടെ ചെയ്യണം. ഞാൻ ചെയ്യാതിരുന്നാലും അതങ്ങനെ വലുതായി വേറെ പ്രയാസങ്ങളാവും. എന്തായാലും ചെയ്തേ പറ്റൂ. അടുത്ത മാസം 11-നാണ് 5ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ടത്. ഒരു 5 വർഷം നമ്മൾ അറിയാതെ ഒരുപാട് വേദന സഹിച്ചു. പിന്നെ ആ ഒരു സാധനം എടുത്തു. അത് കഴിഞ്ഞിട്ടും വേദനകൾ തന്നെ. എന്നാലും കുറച്ച് കഴിയുമ്പോൾ റെഡി ആവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ശരിക്കും മാനസികമായിട്ടാ തകർന്നു പോകുന്നത്. ഇനിയും വലിയൊരു 5ാമത്തെ ഒരു സർജറി ഒരു വയറിൽ ഇനിയും വരാമെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസവും പിന്നെ നമ്മളെ സാമ്പത്തിക പ്രയാസം അതിനേക്കാൾ വലുതാണ്. ഇനി ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം ഇല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതി ചേർത്ത് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. വൈകാതെ വിചാരണ നടപടികൾ ആരംഭിക്കുമെന്നാണ് സൂചന. 24 കോഴിക്കോട്. ജനഹൃദയം കീഴടക്കിയ പ്രേമലുവിന് 2ാം ഭാഗം പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ നടന്ന പ്രേമലുവിന്റെ സക്സസ് മീറ്റിംഗിലാണ് 2ാം ഭാഗത്തിന്റെ പ്രഖ്യാപനമുണ്ടായത്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ തന്നെയാണ് 2ാം ഭാഗവും എത്തുക. കൊച്ചി താജ് ഗേറ്റ് വേ ഹോട്ടലിൽ നടന്ന സക്സസ് പാർട്ടിയിലാണ് പ്രേമലു 2ാം ഭാഗത്തിന്റെ പ്രഖ്യാപനം. ഗിരീഷ് AD സംവിധാനം ചെയ്ത പ്രേമലു പാൻ ഇന്ത്യൻ സൂപ്പർ ഹിറ്റായിരുന്നു. 2ാം ഭാഗവും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാനില്ലെന്നും സംവിധായകൻ പറഞ്ഞു. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണി എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം ഗിരീഷ് AD സംവിധാനം ചെയ്ത പ്രേമലുവിന് മലയാളത്തിന് പുറകെ തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. എന്തായാലും പ്രേമലു 1-നേക്കാളും മോർ ഫൺ, മോർ എനർജറ്റിക് പടമായിരിക്കും മാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ നസ്ലിനും മമിത ബൈജുവുമാണ് പ്രധാന വേഷത്തിലെത്തിയത്. അതേസമയം പ്രേമലു വിജയാഘോഷത്തിൽ പ്രേമലു ടീമിനെ കൂടാതെ മന്ത്രി P രാജീവ്, ഫഹദ് ഫാസിൽ, നസ്രിയ, അമൽ നീരദ് എന്നിവരും പങ്കെടുത്തു. 24 കൊച്ചി. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.